നമസ്കാരം. ആരാ? ഗവൺമെന്റിൽ നിന്ന് സർവേക്ക് വന്നാണേ. ആണാ? എന്ത് സർവേ? ഈ പഞ്ചായത്തിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന കുടുംബത്തെ കണ്ടുപിടിച്ച് അവർക്ക് 1,00,000 രൂപ ധനസഹായം കൊടുക്കാൻ വന്നതാ. 1,00,000? അതെ, ഇത് അപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. അത് ഞാൻ ഈ വീട് സ്വന്തമാണോ? സ്വന്തം വീടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1,00,000 കിട്ടില്ല. പറയാം, ഇത് വാടക. ഇത്ര വലിയ വീടിന്റെ വാടക കൊടുക്കാം. വാടക കൊടുത്തിട്ട് 5-6 മാസമായി. ലാസ്റ്റ് ഹൗസ് ഓണർ ഇറക്കി വിടാവുന്നപ്പോ ഞങ്ങൾ കേസ് കൊടുത്തു. അത് ശരി. ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലാ അച്ഛനമ്മ ചേട്ടൻ. അവർക്കൊന്നും ജോലിയില്ലേ? താലും ജോലി എന്ന് പറയില്ല. അച്ഛന് കൃഷിയാ, ലോൺ എടുത്ത് കൃഷി ചെയ്തതാ. കൃഷി നശിച്ച് ലോൺ അടിക്കാൻ പൈസ ഇല്ലാണ്ടിരിക്കും. അപ്പൊ ഇയാളുടെ ചേട്ടനോ? അവൻ ഇവിടെ നാട്ടിലുണ്ട്. ചേട്ടന് ജോലിയില്ല? ജോലി നോക്കി ദുബായിക്ക് വിസിറ്റ് വിസയ്ക്കൊക്കെ പോയി. ജോലിയൊന്നും കിട്ടിയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഇപ്പൊ ഏതെങ്കിലും നേഴ്സിനെ കിട്ടി വിദേശത്തേക്ക് കടക്കാനുള്ള പ്ലാനില്ല. എന്നാലും വീട് നോക്കുമായിരിക്കും അല്ലെ? കള്ളം കഞ്ചാവ് അടിച്ച് തലയിൽ നടക്കണം. അവനാണ് വീട് നോക്കണം. ചേട്ടൻ വയ്യേ. അത് ശരി. അപ്പൊ ചെലവിനൊക്കെ ഉള്ള പൈസയോ? അത് അമ്മേനെ തൊഴിലുറപ്പിന് വിട്ടിട്ട് ആ കിട്ടുന്ന പൈസക്ക് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. മൊത്തത്തിൽ അപ്പൊ കഷ്ടപ്പാടാണല്ലേ? അതെ ചേട്ടാ. ആ, ഗൂഗിൾ പേ ആയിട്ടാണോ ഈ സമ്മാനത്ത് അയച്ചു തരാൻ പോണേ? ജിപേ ആയിട്ട് തന്നെയാ. ആരും വിളിക്കണേ? ഇപ്പൊ പറയാ. ആ രാഘവേട്ടാ, ഈ കല്യാണം നടത്തണ്ടാ. ചെക്കന്റെ വീട്ടുകാർ ഭൂലോക ടൈപ്പാ. വിശ്വസിക്കാം. ചെക്കൻ്റെ അനിയൻ തന്നെയാ പറഞ്ഞേ. സബാഷ്.